സ്റ്റുഡൻസ്, നമ്മൾ പ്രീവിയസ് വീഡിയോ ഡിസ്കസ് ചെയ്തത് ക്രിറ്റിസിസം ഓർ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, ഇഗ്നോർ ദ മാർക്കറ്റ് ബിഹേവിയർ. മാർക്കറ്റ് ബിഹേവിയർ ഇവിടെ നമ്മൾ പഠിക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ മച്ച് ഓൺ മാർക്കറ്റ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് അതർ ഗുഡ്സ്. പ്രൈസ് അല്ലാതെ പ്രൈസ് പോലെ തന്നെ മറ്റ് കാര്യങ്ങൾ മാർക്കറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉള്ളതെന്ന് ഒരിക്കലും ഇതിൽ പറയുന്നില്ല. ഡീൽസ് ഓൺലി വിത്ത് ദ പ്രൈസ് ഓഫ് ടു ഗുഡ്സ്. വെറും രണ്ട് ഗുഡ്സിൻ്റെ പ്രൈസിനെ പറ്റി മാത്രമേ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മറ്റ് മാർക്കറ്റ് ചേഞ്ചസിനെ പറ്റിയൊന്നും എന്തില്ല, നമ്മൾ ഈ ഒരു കർവ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഡിസ്കസ് ചെയ്യുന്നില്ല. അഞ്ചാമത്തത്, അൺറിയലിസ്റ്റിക് അസംഷൻ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള ആ ഒരു സിറ്റുവേഷനെ പറ്റി അത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള റിയൽ ലൈഫിൽ ഇല്ലാത്ത ചില അസംഷൻസാണ് വെക്കുന്നത്. ബട്ട് ഇൻ റിയൽ ലൈഫ് ദ കൺസ്യൂമർ ഈസ് കൺഫ്രണ്ടഡ് വിത്ത് ഡിഫറൻഷ്യൽ പ്രോഡക്ട്സ് ആൻഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. പക്ഷേ റിയൽ ലൈഫിൽ കസ്റ്റമർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സുമായാണ് ഡീൽ ചെയ്യുന്നത്. ആറാമത്തെ പോയിൻറ്റ്, മൈക്രോ എക്കണോമിക് ഇൻ ക്യാരക്ടർ. ഇറ്റ് ഡീൽസ് ഓൺലി വിത്ത് ദ ചോയ്സ് ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ. ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറിൻ്റെ ചോയ്സ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം, ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് സ്റ്റഡി ദ ഗ്രൂപ്പ് ഇക്വിലിബ്രിയം ഓർ ഗ്രൂപ്പ് ചോയ്സ്. ഗ്രൂപ്പ് ഇക്വിലിബ്രിയമോ അല്ലെങ്കിൽ ചോയ്സിനെ പറ്റിയോ ഡിസ്കസ് ചെയ്യുന്നില്ല. ഏഴാമത്തത്, ഓൾ കമ്മോഡിറ്റീസ് ആർ നോട്ട് ഡിവിസിബിൾ. എല്ലാ കമ്മോഡിറ്റീസ് നമുക്ക് ഡിവിസിബിളായിട്ട് കൂട്ടാൻ കഴിയില്ല. ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഓൾ കമ്മോഡിറ്റീസ് ആർ ഡിവിസിബിൾ. അതായത് ഈ ഒരു അസംഷൻ ഈ ഒരു അനാലിസിസിലുണ്ട്, അതുകൊണ്ട് അത് തെറ്റാണ്. ബട്ട് ദർ ആർ സം കമ്മോഡിറ്റീസ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ. നമുക്ക് കാണാൻ പറ്റാത്ത ചില ഗുഡ്സ് ഉണ്ട്. കമ്മോഡിറ്റീസ് ലൈക്ക് വാച്ച്, കാസ്, കമ്പ്യൂട്ടർ എക്സെട്ര ആർ ഇൻഡ്യൂസ്. അത് മീൻസ് ഡിവിസിബിൾ അല്ലാത്ത ഗുഡ്സിൽപ്പെട്ടാണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഗുഡ്സിൽപ്പെട്ടാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് ഇൻഡിഫറൻസ് അനാലിസിസ്. അതൊന്നാമത് യൂട്ടിലിറ്റി അനാലിസിസിനെ പറ്റിയാണ് പറയുന്നത്. യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് കാർഡിനലി. യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, കാർഡിനലി മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻഡിഫറൻസ് കർവ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, അങ്ങനെ മെഷർ ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ പോയിൻറ്റ്, അസ്യൂംസ് ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റൻറ്റ്. മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റൻ്റ് ആണെന്നാണ് ഒരു അസംഷൻസ് യൂട്ടിലിറ്റി അനാലിസിൽ വരുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ ഒരു അസംഷൻ വരുന്നില്ല. തേർഡ്, ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഇൻകം എഫക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഇതിൽ പഠിക്കുന്നില്ല. നേരെ മറിച്ച് ഇൻഡിഫറൻസ് അനാലിസിൽ അത് പഠിക്കുന്നുണ്ട്. ഡസ് നോട്ട് റെക്കഗ്നൈസ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഗുഡ്സ്. ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഗുഡ്സ്, പ്രൊഡക്റ്റ് തമ്മിലുള്ള ഡിപ്പെൻഡൻസിനെ പറ്റി ഇതിൽ പഠിക്കുന്നില്ല. നേരെ മറിച്ച് കോംപ്ലിമെൻ്ററി, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സൊക്കെ ഇൻഡിഫറൻസ് അനാലിസിൽ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ലെസ് സയൻറ്റിഫിക് അല്ല, നേരെ മറിച്ച് ഇൻഡിഫറൻസ് അനാലിസിസ് സയൻറ്റിഫിക് ആണ്. ആറാമത്തെ പോയിൻറ്റ്, ഡീൽസ് വിത്ത് വൺ കമ്മോഡിറ്റി, മറ്റേത് ടു കമ്മോഡിറ്റീസ്. ഏഴാമത്തത്, ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ വെൽഫെയർ എഫക്റ്റ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റീൻ്റെ വെൽഫെയറിനെ പറ്റിയൊന്നും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഇൻഡിഫറൻസ് കർവിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എത്രയുമാണ് നമ്മൾ യൂട്ടിലിറ്റി അനാലിസിസും അതേപോലെ ഇൻഡിഫറൻസ് അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തത് ടേമിലേക്ക് നമുക്ക് പോകാം. ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ. എ ബഡ്ജറ്റ് ലൈൻ ഷോസ് ഹൗ മച്ച് ഓഫ് ദ income of consumer allocated for each of the two commodities, say X and Y. അതായത് ഒരു ബഡ്ജറ്റ് ലൈനിൽ പറയുന്നത് എക്സ് വൈ എന്ന രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ ഒരു കസ്റ്റമറിൻ്റെ ഇൻകം എങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, ഇറ്റ് ഷോസ് ദ ക്വാണ്ടിറ്റി ഓഫ് ടു ഗുഡ്സ് ബോട്ട് അറ്റ് ദ ഫിക്സഡ് പ്രൈസസ് വിത്ത് ദ അവൈലബിൾ ഇൻകം. നിലവിലുള്ള ഇൻകം വെച്ചുകൊണ്ട് രണ്ട് പ്രൊഡക്റ്റ്, അതായത് ഏതൊക്കെ രീതിയിൽ വാങ്ങിക്കുന്നു എന്നാണ് ഈ ഒരു ബഡ്ജറ്റ് ലൈന് പറയുന്നത്. സപ്പോസ് കൺസ്യൂമേഴ്സ് ഇൻകം ഈസ് ₹1000 and the price of X and Y
per unit are ₹25 and ₹10 respectively. ഒരു കസ്റ്റമറിന് 1000 രൂപ ഇൻകം ഉണ്ട്, എക്സ് എന്ന പ്രൊഡക്റ്റിന് 25 രൂപയോ വൈക്ക് 10 രൂപയാണെങ്കിൽ ദ കൺസ്യൂമർ ഹാസ് ദ 3 alternatives ബിഫോർ ഹിം. കസ്റ്റമറിന് 3 alternatives ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ എന്താ, എ പറയുന്നത് യു ക്യാൻ ബൈ 100 units ഓഫ് എക്സ്. അതായത് അയാൾക്ക് എന്ത് ചെയ്യാം, 100 units വൈ വാങ്ങിക്കാം. അതായത് തീരെ എന്ത് വാങ്ങിക്കാതെ, വൈ വാങ്ങിക്കാതെ, എക്സ് വാങ്ങിക്കാതെ ഫുള്ളായിട്ട് അയാൾക്ക് വൈ വാങ്ങിക്കാം. രണ്ടാമത്തെ കേസിൽ ഹി ക്യാൻ ബൈ 40 units ഓഫ് എക്സ്. അയാൾക്ക് എന്ത് ചെയ്യാം, 40 യൂണിറ്റ് എക്സ് വാങ്ങിക്കാൻ പറ്റും, പ്രൊഡക്റ്റ് എക്സ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നോ വൈ, അവിടെ എന്ത് വാങ്ങിക്കാൻ പറ്റില്ല, വൈ വാങ്ങിക്കാൻ പറ്റില്ല. മൂന്നാമത്തത് ഹി ക്യാൻ ബൈ സം ക്വാണ്ടിറ്റി ഓഫ് ബോത്ത്. അയാൾക്ക് എന്ത് ചെയ്യാം, 2 പ്രൊഡക്റ്റ് മിക്സ് ആക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റും. ദീസ് 3 പോസിബിലിറ്റീസ് ആർ ഷോൺ ഇൻ ദ ഫോളോയിങ്. ഈ 3 കേസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫിൻ്റെ രൂപത്തിൽ കാണിക്കാം. ഈ ഗ്രാഫിന് പറയുന്നവയാണ് ശരിക്കും ബഡ്ജറ്റ് ലൈൻ. അതായത് എ ബി എന്നുള്ള ആ ഒരു ലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കാണിക്കാൻ പറ്റും. അതായത് ഒന്നുകിൽ ഏതൊക്കെ കോമ്പിനേഷൻസ് ഇതിൽ പറയുന്നുണ്ട്, 10 യൂണിറ്റ് എക്സ് അല്ലെങ്കിൽ 75 യൂണിറ്റ് വൈ, അല്ലെങ്കിൽ സെക്കൻഡ് 20 യൂണിറ്റ് എക്സ് അല്ലെങ്കിൽ 50 യൂണിറ്റ് വൈ, അതേപോലെ തന്നെ ലാസ്റ്റ് 30 യൂണിറ്റ് എക്സ് അല്ലെങ്കിൽ 30 യൂണിറ്റ് എക്സും അതേപോലെ തന്നെ 25 യൂണിറ്റ് വൈ, അതല്ലെങ്കിൽ 40 യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് വാങ്ങിക്കാം, തീരെ വൈ വാങ്ങിക്കാതിരിക്കാം. അതല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിൽ വരിക. ഈ ഒരു ലൈന് നമുക്ക് പറയുന്ന പേരാണ് ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ ബഡ്ജറ്റ് ലൈൻ എന്താണ് നമ്മൾ പറയുന്നത്, ഒരു കസ്റ്റമറുടെ ലിമിറ്റഡ് ഇൻകം വെച്ചുകൊണ്ട് 2 പ്രൊഡക്റ്റ് ഏതൊക്കെ രീതിയിൽ വാങ്ങിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ബഡ്ജറ്റ് ലൈനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഡിഫറൻസ് ബിറ്റ്വീൻ യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് ഇൻഡിഫറൻസ് അനാലിസിസ്, അതേപോലെ തന്നെ ബഡ്ജറ്റ് ലൈനും അതിൻ്റെ ഗ്രാഫുമാണ് പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.